Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഇന്ന് ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്, അന്തസ്സായിട്ട് ജീവിക്കുന്നത്, ആരുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കുന്നത് അന്ന് ചെയ്തു വെച്ച നവ്യ നായരുടെ പേരില. പിന്നെയാണ് മനസ്സിലായത് ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്കുള്ള ചെറിയ സമയത്ത് ഉണ്ടാവുന്നൊരു പരകായ പ്രവേശമാണ് അഭിനയം എന്നുള്ളതൊക്കെയുള്ള വലിയ അപ്പം ഞാൻ പറഞ്ഞു എന്നാലും എന്തുവാ ഇവർക്കെന്തോ എന്നെ കാണുക, ഞാൻ കുളിച്ചാലേ ഇവർക്ക് എന്താ, ഞാൻ കുളിച്ചില്ലെങ്കിൽ ഇവർക്കെന്താ. പിന്നെ 2 ദിവസത്തേക്ക് ഞങ്ങൾ അതിന് ഫുള്ളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യമാണ്. കുറച്ച് മോഡേൺ ആയിട്ടുള്ള പടങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇറ്റ്സ് നൈസ്, ബി ബോൾഡ് എന്നൊക്കെ പറഞ്ഞ് ചില അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. എന്റെ അച്ഛന് മനസ്സിലാവുന്നില്ല, പിന്നാണല്ലോ പോട്ടെ ബാക്കിയുള്ള ആൾക്കാരെ കാര്യം. നീ എപ്പോഴാണ് ഇങ്ങനത്തെ തുണിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബോറടിച്ചു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോവില്ലേ? ഞാൻ ചെയ്യില്ല, കാരണം അവിടെ പോയി പൈസ ചെലവാക്കി എനിക്ക് അതിലും വലിയ ഡിപ്രഷനാ. എന്റെ അങ്ങനെയാണോ? ഇതെന്തുവാ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ എടുക്കണം, മറ്റേ കിളിയൊക്കെ കുത്തി ശ്രീരാമനൊക്കെ ഒരു ശ്രീരാമനും സീതയും ഹനുമാൻ തൊഴുതിട്ടേക്കണം ആ സാധനമാണോ? ഇഫ് ഐ എം ഇമോഷണലി പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനിൽ ഐ ക്രൈറ്റ് ഔട്ട്. കരഞ്ഞിട്ട് അതിൻ്റെ പിന്നെ കരയാൻ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനർജറ്റിക്കും. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളെ തിരിഞ്ഞൊന്ന് നോക്കാനുള്ള സമയമില്ലാത്ത പോലെ ഞാൻ എന്നെ പാക്ക് ചെയ്ത് വയ്ക്കും. നവ്യ ശരിക്കും പറഞ്ഞാൽ നവ്യയുടെ ലൈഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ യങ് ഏജിൽ, ഒരു 16-17 ഒരു പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുകയാണ്. 10th സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുകയെന്ന് വെച്ചാൽ എന്ത് പക്വതയുണ്ട്, എന്ത് അറിവുണ്ട്, അതും വർക്ക് ചെയ്യുന്ന വളരെയധികം മുതിർന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാവൂ. ആ ഒരു കുട്ടിക്കാലം എനിക്കെന്തോ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടവും ഭയങ്കര ഒരു അൺഈസിനെസ് ആണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴില്ലേ നവ്യക്ക് ആ ഒരു ഫേസിനെ എങ്ങനെയാ കാണുന്നത്? അതായത് ഇന്ന് ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്, അന്തസ്സായിട്ട് ജീവിക്കുന്നത്, ആരുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കുന്നത് അന്ന് ചെയ്തു വെച്ച നവ്യ നായരുടെ പേരില. അവിടെയാണ് ഞാൻ ഇന്നും ഉള്ളത്. ഈ ജനങ്ങൾ ഇന്നും എന്നെ ബാലാമണി എന്ന കഥാപാത്രത്തിൽ ഓർക്കുന്ന അവരുടെ ആ സ്നേഹത്തിലാണ് ഇന്നും ഞാൻ സർവൈവ് ചെയ്യുന്നത്. അവര് എന്നെ കാണാൻ വേണ്ടി വരുന്നത് കൊണ്ടാണ് എന്നെ പ്രോഗ്രാമിന് വിളിക്കുന്നത്. അല്ല, ഈ ജനങ്ങള് ഇവരുടെ ഒന്നും പ്രോഗ്രാം കാണേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് തീർന്നു ഞാൻ. പക്ഷെ അപ്പോഴും ഞാൻ ഓൾട്ടർനേറ്റ് ആലോചിക്കും. അങ്ങനെയും വരാം, ഓഡിയൻസിന് എന്നെ വേണ്ടാതെ വരുന്നൊരു കാലവും വരാം. അപ്പോഴും ഞാൻ വിഷമിക്കില്ല, അപ്പോഴും ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ കലോത്സവത്തിന് ഒരു ചെറിയ വീഡിയോ കണ്ടായിരുന്നു, ഏതോ കോൺട്രവേഴ്സി ഉള്ള ഏതോ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. അത് വേറെ ഒരു, പക്ഷെ ഇത് ഭയങ്കര ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് ആദ്യത്തെ ഇന്റർവ്യൂ കണ്ടാണ്, ഇഷ്ടത്തിന് ശേഷം ഇന്റർവ്യൂ ഭയങ്കര ക്യൂട്ടാണ്. ഒരു വള്ളത്തിലൊക്കെ ഇരിക്കുന്ന ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു ആ സമയത്ത്. നവ്യയുടെ ആ സമയത്ത് അഭിനയിക്കാൻ പോകുമ്പോഴത്തെ മെന്റൽ ഇതെങ്ങനെയായിരുന്നു? ഒരു പ്രഷറും ഇല്ല, ആ സമയത്ത് പോകുന്നത്. ഇപ്പൊ തോന്നാറുണ്ട് ആ പ്രഷർ? ഇപ്പൊ അഭിനയിക്കാൻ മുമ്പ് പ്രിപ്പയർ ചെയ്യണം എന്നോ, ഇത്തിരി സീരിയസ് ഒക്കെ ആയിട്ട് ഗ്രാവിറ്റാസ് ആയിട്ടാണോ പോകുന്നത്? അതോ കൂടുന്ന അനുസരിച്ച് ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഈ ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, ദാറ്റ് ഈസ് അവർ ഏജ് വിൽ ടീച്ച് യു, ഗിവ് യു സം എക്സ്പീരിയൻസ് ഇൻ ലൈഫ് അല്ലേ. പക്ഷെ അതിനൊരു വേറെ ബ്യൂട്ടി ഉണ്ട്, അന്നത്തെ ആ റോ പെർഫോമൻസിന് വേറൊരു ബ്യൂട്ടി. എന്തെങ്കിലും ഒരു മണ്ടത്തരം that you have done from a long time ago which you can suddenly recollect? I would love to know. Like അഭിനയിക്കുമ്പോഴോ ഷൂട്ടിൽ പോകുമ്പോഴോ? എന്നോട് വന്നിട്ട് ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടത്തിന്റെ ലൊക്കേഷനിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. കാരണം ഇവർ പിന്നെയും അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരേ ഡയലോഗ്, ഇങ്ങനെ ഒരേ സാധനം. അങ്ങനെയാണല്ലോ സിനിമ, പല ടേക്ക് എടുക്കുമല്ലേ. എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ, 10ാം ക്ലാസ്സിലല്ലേ പഠിക്കണം. പിന്നെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ പോലെ അല്ലല്ലോ, കുറച്ചും കൂടെ നമ്മളൊരു കളിയൊന്നും അങ്ങനെ വിട്ടിട്ടില്ല. അപ്പോഴും നമ്മൾ മറ്റേ അക്ക് കളിക്കും, ഞങ്ങളുടെ സ്കൂളിലൊക്കെ നമ്മൾ മറ്റേ സാറ്റൊക്കെ കളിക്കുന്ന പ്രായമാണ് അപ്പോഴും. ഇപ്പം പക്ഷേ 10ാം ക്ലാസ് ഒന്നും പഠിക്കുന്ന കുട്ടികൾ കുറച്ചും കൂടെ വേറെ ടൈപ്പൊക്കെ, ഇൻസ്റ്റാ സ്നാപ്ചാറ്റ് ഒക്കെ അല്ലേ. നമുക്ക് അതൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പം ഞങ്ങൾ ഈ ഓടിക്കളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അപ്പോഴും ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്ന ആ വീട് തൃശ്ശൂരിൽ, ആ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാറ്റ് കളിക്കാൻ പോകും. അപ്പോൾ
ഈ സാറ്റ് വിളിക്കണ്ടേ, സാറ്റ് എന്ന് പറഞ്ഞ് വിളിക്കണ്ടേ. അപ്പൊ വിളിച്ച കഴിയുമ്പോ ഇന്നായിട്ട് സൈലൻസ്, ഷൂട്ടിങ് അവിടെ. അവസാനം ആൾക്കാരെ വിട്ടിട്ട് സിബിയങ്ങൾ എന്നെ വിളിപ്പിക്കും ഒച്ചപ്പാടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വിളിച്ചിട്ട് ഇരുത്തും, അടുത്തിരുത്തും. ഇത് ഷൂട്ട് കാണാനല്ലേ പറഞ്ഞത്, എന്താ കാണാത്ത, ഇത് പഠിക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെല്ലാം പഠിച്ചു. എനിക്കറിയോ, ഞാനെല്ലാം പഠിച്ചു. എന്താ പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയും, അപ്പൊ മറ്റേ ആള് റോളിംഗ് എന്ന് പറയും, ഇതന്നെയല്ലേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഞാൻ പഠിച്ചു ഇടയ്ക്ക്. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ മറ്റേ ആള് റോളിംഗ് എന്ന് പറയുമ്പോൾ വേറൊരു ചേട്ടൻ ഇങ്ങനെ തട്ടണ ഒരു സാധനമായിട്ട് വരും, ക്ലാപ്പ് തട്ടണ ഒരു സാധനം. എന്നിട്ട് പുള്ളി ക്ലാപ്പ് എന്ന് പറയും, ടേക്ക് 1, ടേക്ക് 2, ടേക്ക് 3 അങ്ങനെ പറയും. അപ്പം നമ്മൾ ആക്ഷൻ അങ്കിള് പറയും, അങ്കിൾ ആക്ഷൻ അങ്കിൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അഭിനയിക്കും. അത് കഴിഞ്ഞിട്ട് അങ്കിള് കട്ടെന്ന് പറയുമ്പോൾ നിർത്തും. അത്രയല്ലേ ഉള്ളൂ. ഞാനെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്, ഇനി കളിച്ചോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. ഇതാണ് അഭിനയം. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്കുള്ള ചെറിയ സമയത്ത് ഉണ്ടാവുന്നൊരു പരകായ പ്രവേശമാണ് അഭിനയം എന്നുള്ളതൊക്കെയുള്ള വലിയ വലിയ മെത്തേഡുകളെ കുറിച്ചിട്ടും ഫിലോസഫികളെ കുറിച്ചിട്ടും ഒക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അറിഞ്ഞേ കൂടാ. പക്ഷെ ആ സമയത്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. നന്ദനും അല്ലെങ്കിൽ മഴത്തുള്ളി കിൽക്കം അല്ലെങ്കിൽ കുഞ്ഞിക്കൂനിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഒന്നും അറിയാത്ത പ്രായത്തിൽ സംഭവിച്ചിട്ട് പോകുമ്പോൾ എവിടേക്കോ ഒരു ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഇതിനകത്തൊരു ടേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും ദൈവം. എന്തോ ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനമാണ് അന്ന് ചെയ്തത്. ഇറ്റ് വാസ് വെരി റോ. എപ്പോഴാണ് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരു സീരിയസ്നെസ് വന്നു തുടങ്ങിയത്? ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതൊന്നും ആ സമയം എനിക്ക് തോന്നുന്നു ഒരുത്തിയോടെ ആയിരിക്കും ആ ട്രാൻസ്ഫോർമേഷൻ വന്നതല്ലേ. ഞാനിങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും ആലോചിക്കുന്ന ഒരാളല്ല. കുറെയൊക്കെ സ്പോണ്ടേനിയസ് ആണോ? സ്പോണ്ടേനിയസ് ആണ്. ഞാൻ തന്നെ ഇന്ന് പറഞ്ഞില്ലേ, വെൻ വി വെർ അബൌട്ട് ടു ഡിസ്കസ് ദാറ്റ് ഇതൊക്കെയാണ് ചോദിക്കാൻ പോകുന്നതെന്ന് പറയാൻ വന്നിട്ടുണ്ട്. എന്നോടൊന്നും പറയല്ലേ. എനിക്ക് പറഞ്ഞാൽ I don't want to be prepared. I know that I am going to face Dhanya Varma. And എല്ലാവരും എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നാണ് വിട്ടത്. സൂക്ഷിച്ച് പോണം, അവിടെ പോയി കഴിഞ്ഞാൽ കരയിപ്പിച്ച്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഗുരുവായൂരപ്പ ആരെങ്കിലും മറ്റേ അപ്പുറത്ത് നിന്ന് കരഞ്ഞാൽ ഞാൻ കരയും. എന്നെ പിടിച്ചിട്ടിട്ട് എന്നോട് വല്ല സെന്റിമെന്റലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഞാൻ. പക്ഷെ ഒരു കാര്യം ജീവിതത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അല്ല, ഇപ്പോൾ സ്ക്രിപ്റ്റ് നേരത്തെ പഠിക്കുക, അല്ലെങ്കിൽ ഡയലോഗ്സ് നേരത്തെ പഠിക്കുക, പ്രിപ്പയർഡ് ആയിട്ട് സെറ്റിൽ വരിക, ഡയലോഗ്സ് ഒക്കെ മനപ്പാഠമായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയുണ്ടോ? കാരണം എനിക്ക് മലയാള സിനിമയിൽ സ്ക്രിപ്റ്റുകൾ പലപ്പോഴും മാറാറുണ്ട്. അതായത് ഓൺ സ്പോട്ടൊക്കെ ആയിട്ട് ഒരുപാട് ചേഞ്ചസ് ഡയലോഗ്സിൽ വരാറുണ്ട്. പിന്നെ ഒരു ബ്ലെസ്സിങ് ആണ്, എനിക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഡയലോഗ്സ് പഠിക്കും. അപ്പം എനിക്ക് നേരത്തെ ഡയലോഗ്സ് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സീൻ റീഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് മുഴുവൻ റീഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഏത് സീൻ എനിക്ക് തന്നാലും ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും എനിക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു മൂമെന്റിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടി വലിയൊരു ആക്ടർ അല്ല ഞാൻ. ഓക്കെ, അങ്ങനെ ഒരു പറഞ്ഞതല്ല, ഞാൻ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് തന്നെ തോന്നുന്നു. ഇത്രയ്ക്കുള്ളതൊന്നും ഞാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ലാലേട്ടനോട് ചോദിച്ചാൽ ലാലേട്ടൻ പറയും ഞാനിങ്ങനെ പതുക്കെ പതുക്കെ അഭിനയം പഠിച്ചു തുടങ്ങുകയാണെന്ന് പറയുന്ന. അപ്പം അങ്ങനെ ലാലേട്ടനെയും മമ്മൂക്കയെയും ഭരത് ഗോപി സാറിനെയും വേണുവങ്കിളിനെയും തിലകനങ്കിളിനെയും പോലത്തെയൊക്കെ വലിയ വലിയ ആൾക്കാരുള്ള മലയാള സിനിമയിൽ ഇരുന്നിട്ടാണ് ഞാൻ വന്നിട്ട് അഭിനയത്തിനെ കുറിച്ച് എന്ന് പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. പക്ഷെ എങ്ങനെയോ മാനേജ് ചെയ്തൊക്കെ പോയി. അത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആക്ടറായിരുന്നു നെടുമുടി വേണു സാർ, KPC ലളിത മാം. ഇതൊക്കെ എന്തോ ഇങ്ങനെ നമുക്ക് അവരുടെ മുഖത്തൊന്നും കണ്ടെടുക്കാൻ പറ്റില്ല. ഒരു ചെറിയ റോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു വർക്ക് ചെയ്തതല്ലേ. നവ്യക്ക് ഐ എം ഷുവർ യു ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് ടു ഷെയർ. പക്ഷെ ഇത് സംതിങ് ദാറ്റ് സ്ട്രക്ക് യു അബൌട്ട് ഇവരുടെ എല്ലാം ആക്ടിങ് സ്കിൽസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു ഒബ്സർവേഷൻ, എന്തെങ്കിലും പറ്റിയിട്ട് അവരെങ്ങനെ ക്യാരക്ടറായിട്ട് അങ്ങനെ മാറുകയാണ്. അതെ അതെ, സ്റ്റേജിന്റെ സഹായമുണ്ട്. അവരൊക്കെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവർക്ക് അതൊരു തനിയാണ്. അവരങ്ങനെ ഒരു ആക്ടറാണ്, മനസ്സിലായില്ല. ആ ഷോട്ട് വരുമ്പോഴേക്കും ദേ ബിക്കം ആൻ ആക്ടർ. അതല്ലാത്ത സമയത്ത് മറ്റേ കളിയാക്കലും എന്നെ ഈവൻ എന്താ പറയാ നന്ദനത്തിൽ ഞാൻ ഭയങ്കര കുട്ടിയാണ്. അപ്പോൾ ഇഷ്ടത്തിന്റെ സമയത്ത്
കാണുമ്പോൾ പറയാമോ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് ചെയ്യുന്ന സമയത്ത് ഹമ്മിങ് ഉണ്ട്, അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം ഞാൻ മറ്റേ കുറേ ടേക്കായി. അന്ന് മറ്റേ എന്താണ് ഫിലിമാണല്ലോ. അവസാനം ശരിയാവുന്നില്ല. സിബിയങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞിരുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ഹെഡ് ഒന്ന് മൂവ് ചെയ്യട്ടെ. അപ്പം ഞാൻ ഒന്നും ചെയ്യാറില്ല. അവസാനം വേണുവെങ്കിൽ വന്നു. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അന്ന്. അപ്പോൾ വേണുവെങ്കിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അങ്ങ് പാടിക്കോ, എനിക്ക് പാടാൻ അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, ആര് കേൾക്കും ഇത്രയും ശബ്ദത്തിൽ ഇത് നാഗരയിൽ ഇത് പ്ലേ ചെയ്തേക്കല്ലേ, അപ്പോൾ ഈ വെള്ളി വന്നാലൊന്നും പ്രശ്നമില്ല, നീ അങ്ങ് പാടിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ സൈഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ആരും കാണാതെ, നമുക്ക് ഭയങ്കര ചമ്മലാണല്ലോ, അപ്പോൾ ആരും കാണാതെ കൊണ്ട് നിർത്തിയിട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് നിർത്തിയിട്ട് അത് പഠിപ്പിച്ചിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ പുള്ളീൻ്റെ കൂട്ട് കൈയൊന്നും, ഒരു ആക്ടറിന് ഏറ്റവും ബുദ്ധിമുട്ടാണ് കൈ എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് കൈകൾ ഉപയോഗിച്ച് ഡാൻസർ ആയതുകൊണ്ടായിരിക്കും ഇതൊന്നും അടങ്ങിയിരിക്കുക എന്ന് പറയുന്നൊരു പരിപാടി എനിക്കില്ല. അദ്ദേഹം പാടും തന്നെ അങ്ങനെയൊക്കെ കൈ ഉപയോഗിക്കും പുള്ളിയുടെ സ്റ്റൈലിലൊക്കെ. അപ്പോൾ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ കൈ ഇവിടെ ഫിക്സ്ഡാ. പക്ഷെ അത് കണ്ട് ഞാനത് ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് അടുത്തെടുത്ത ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയി. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ. ലളിതാൻ്റിയൊക്കെ ആണെങ്കിലും എക്സ്പീരിയൻസ് ലളിതാൻ്റി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലളിതാൻ്റി ഉണ്ടല്ലോ കാണിക്കത്തേ ഇല്ല. അപ്പം അമ്മ കിളിക്കൂടിൻ്റെ ലൊക്കേഷന് വരുമ്പോഴത്തേക്കും ലളിതാൻ്റി ഉണ്ട്, പൊന്നൂസുണ്ട്, പൊന്നമ്മ ആൻറ്റി. പൊന്നൂസിനും ഭയങ്കര ഇഷ്ടമാണ്. പൊന്നൂസ് ഇൻ്റർവ്യൂവിലൊക്കെ എല്ലാവരുടെ അടുത്തും പറയാം, അവൾ സൗന്ദര്യം നോക്കാതെ അഭിനയിക്കുന്ന ആക്ട്രസ് ആണെന്നൊക്കെ അന്നത്തെ കാലത്ത് ഇൻ്റർവ്യൂവിലൊക്കെ ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരയുമ്പോഴൊന്നും അങ്ങനെ അതെനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് കൂടെയാണ് എന്തെങ്കിലും കരയുമ്പോൾ സൗന്ദര്യം ഇല്ല എന്നുള്ളത് പിന്നെ മനസ്സിലായി. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് ആണ് ഞാൻ ലളിതാൻ്റിനെ ആദ്യം കാണുന്നത്, അമ്മ കിളിക്കൂടിൻ്റെ ലൊക്കേഷൻ. അപ്പം എനിക്ക് പൊന്നൂസായിട്ട് ഭയങ്കര സ്നേഹം. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് പൊന്നൂസിന് ചൊക്കടേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലളിതാൻ്റി, ഇപ്പം ലളിതാൻ്റി ഇങ്ങനെയൊക്കെ. ഞാൻ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്? എന്നിട്ട് പൊന്നമ്മേ ഇവള് കുളിച്ചിട്ടാണോ വന്നേക്കുന്നത് രാവിലെ? ഞാൻ എൻ്റെ തലമുടി ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ കുളിച്ചല്ലോ പറഞ്ഞു, ചുമ്മാതെ വെടി പൊട്ടിക്കരുത് കേട്ടോ, നീ കുളിച്ചിട്ടില്ല നിന്നെ കണ്ടാ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു, എന്തുവാ പൊന്നൂസ ഇങ്ങനെ പറയുന്നേ? അപ്പം ഞാൻ പറഞ്ഞു, എന്നാലും എന്തുവാ ഇവർക്കെന്തോ എന്നെ കണ്ടെങ്കിൽ ഞാൻ കുളിച്ചാലേ ഇവർക്ക് എന്താ, ഞാൻ കുളിച്ചില്ലെങ്കിൽ ഇവർക്കെന്താ. അപ്പോഴത്തേക്ക് എനിക്ക് APC എഴുതാന്നുള്ള സ്നേഹമൊക്കെ പോയി. ഞാനിങ്ങനെ പിന്നെ 2 ദിവസത്തേക്ക് ഞങ്ങളതിന് ഫുള്ളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ഭയങ്കര ദേഷ്യമാണ്. ഇത് ഫുള്ള് അഭിനയമായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ദിവസം ആയപ്പോഴത്തേക്കാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു, എൻ്റെ സിനിമ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമൊക്കെയാ, പിന്നെ കെട്ടിപ്പിടിക്കുന്നു, പിന്നെ അങ്ങ് ഭയങ്കര കൂട്ടായി. പക്ഷെ പുള്ളിക്കാരി ഇങ്ങനെ ഡീൽ ചെയ്യുന്നത്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. എന്നിട്ട് ഭയങ്കര രസമായി. ഇപ്പം അഭിനയമൊന്നും പഠിപ്പിച്ചോ അങ്ങനെയൊന്നും അല്ല, പക്ഷെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൈ കാണിക്കും ലളിതാൻ്റിയും പൊന്നമ്മേൻ്റെയൊക്കെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട്. അപ്പം ഞാൻ ഓട്ടിപ്പോയി കെട്ടിപ്പിടിച്ച്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനത്തെ അമ്മമാരില്ല. ആ ക്യാരക്ടറിന് നമുക്ക് അങ്ങനെ ഒരു ഇത്തിലൂടെ പ്രൊഫഷണലായി, ഇത്തിലൂടെ ഡിറ്റാച്ച്ഡ് ആയി എന്ന് തോന്നാറുണ്ടോ? അറിയത്തില്ല, ചിലപ്പോൾ എനിക്ക് പരിചയമില്ലായിട്ടായിരിക്കും. ഞാൻ സുകുമാരി ചേച്ചി കണ്ടിട്ടുണ്ട്. സുകുമാരിൻ്റെ തന്നെ 2ാമത്തെ സിനിമയിൽ മഴത്തുള്ളി കിലുക്കത്തിൻ്റെ സമയത്ത് സുകുമാരി അമ്മ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, എനിക്ക് ലൊക്കേഷനിലെ ഫുഡൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളൊരു പാവയ്ക്കാത്തോട്ടത്തിൽ ഷൂട്ട് ചെയ്യാൻ പോയിട്ട് ആ തോട്ടത്തിലുള്ള പാവയ്ക്ക മുഴുവൻ മേടിക്കാന്നുള്ളതാണ് എഗ്രിമെൻറ്റ്. ഈ പാവയ്ക്കയും കൊണ്ട് വന്നിട്ട് രാവിലത്തെ സാമ്പാറിലും ഒരു പാവയ്ക്ക ഇടും. എനിക്കാണെങ്കിൽ പാവയ്ക്ക ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ പാവയ്ക്കക്കാർ വിചാരിക്കും ഞാൻ അവർക്കെതിരായിട്ട് സംസാരിച്ചു. അങ്ങനെയല്ല, ഇപ്പം എനിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അന്ന് എനിക്ക് പാവയ്ക്ക ഇഷ്ടേ അല്ല. പാവയ്ക്ക തോട്ടമുള്ളവർ വിചാരിക്കില്ലേ ഞങ്ങളുടെ കൃഷിയെ താഴ്ത്താൻ വേണ്ടി. അങ്ങനല്ല, പാവയ്ക്കോട് ഒരു വിരോധം ഇപ്പം ഇല്ല. അന്ന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ സമയത്ത് രാവിലെ തൊട്ട് വിശന്നിങ്ങനെ ഇരിക്കും. അപ്പം ആരോട് എന്ത് പറയാനാ, കൂർഗിൽ ഏതോ ഒരു ബംഗ്ലാവിലാണ് ഷൂട്ടിങ്. അപ്പം വിശന്നിരിക്കുക തന്നെ. പക്ഷെ ഞാനിങ്ങനെ തളർന്നിരിക്കുന്നതാണെന്നെങ്കിൽ മനസ്സിലിട്ട് അമ്മയുണ്ടല്ലോ, അവരുടെ ഉള്ളിലൊരു മാതൃത്വം ഉണ്ടല്ലോ. അപ്പം എൻ്റെ അടുത്തുണ്ട്, നീ എന്താ കഴിച്ചേ? കൊച്ചായിരിക്കുമ്പോൾ സ്ഥിര സാധനമല്ലേ ഇത്, ഒന്നും കഴിച്ചില്ല എന്നൊക്കെ പറയും. അപ്പം എനിക്ക് വേണ്ടി പോയി പ്രൊഡക്ഷനിൽ ചെന്ന് ഒരു വലിയ കപ്പിനകത്ത് നിറയെ പാലൊഴിച്ച് ഒരു സ്പെഷ്യൽ ഒരു കോഫി ഉണ്ടാക്കും സുകുമാരി ആൻറ്റി. എന്നിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ കോഫി പൗഡറൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് കോഫി.
അത് എന്നിട്ട് പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കും കോൺഫ്ലേക്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നു. എൻ്റെ കൂടെ അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ അറിയില്ല. അവൾക്ക് വിശക്കുമ്പോൾ എന്നാ കോൺഫ്ലേക്സ് മേടിച്ചാൽ മതി എന്ന് അച്ഛൻ അറിഞ്ഞൂടാ. കഴിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പറയും അച്ഛൻ. പക്ഷെ അച്ഛനും ആ സ്ത്രീയും എന്തൊരു വ്യത്യാസമായിരിക്കും. നമ്മുടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ളൊരു ഇതും കൊണ്ടായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ ഫുൾ ടൈം ഞങ്ങളെ എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നേ. ഒരുക്കുക ഒക്കെ ചെയ്യുന്ന അച്ഛനായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. പക്ഷെ ഇത് അച്ഛന് കിട്ടുന്നില്ല ഇതിനെക്കുറിച്ച്. പക്ഷെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ എനിക്ക് മറ്റേ നെയ്റോസ്റ്റൊക്കെ വാങ്ങിച്ചു തരും. എനിക്കിങ്ങനെ അങ്ങ് നല്ല ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ. അപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇച്ചിരി ടേസ്റ്റ് കുറവാണെങ്കിൽ വിശന്നവിടെ ഇരിക്കും. ആര് കയറി പ്രൊഡക്ഷൻ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ വിശന്ന് കുത്തിയിരിക്കും. അപ്പോൾ ഈ സുമാരി അതിൻ്റെ പിറ്റേ ദിവസം കോൺഫ്ലേക്സ്, അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് ഈ ബേക്കറിയിലൊക്കെ പോയിട്ട് കുറച്ച് ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അവർക്ക് എന്താവശ്യം, ഏതോ ഒരു നടി, അവരുടെ 2ാമത്തെ സിനിമ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ല, അഡ്രസ്സും ഇല്ലാത്ത ഞാൻ, പക്ഷെ അനുകമ്പ. അത് എനിക്കൊന്നും ഒരു ലൈഫ് ടൈം ചെറിഷ് ചെയ്യാനുള്ള എക്സ്പീരിയൻസസ് ആണ്. അതെ ഇവരൊക്കെ അങ്ങനെയാണ്. ഇതൊക്കെ എഴുതി കുറിച്ച് എവിടെയെങ്കിലും വെക്കാം. നവ്യ, ഇപ്പോൾ ഈയിടയ്ക്കായിട്ട് നമ്മൾ ആക്ടേഴ്സിൻ്റെ ഒത്തിരി അധികം മോഫ്റ്റ് ആയിട്ടുള്ള വീഡിയോസും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ആൻഡ് റീസെൻ്റ്ലി എനിക്ക് ഫേസ്ബുക്കിലാണ് ഞാൻ ഏറ്റവും അധികം നവ്യയുടെ പിക്ചേഴ്സ് കാണുന്നത്. ആൻഡ് വളരെ എന്താ പറയുക, കണ്ടാൽ ചില വീഡിയോസ് നമ്മൾ കണ്ടാൽ നമുക്ക് അറിയാം ഇത് കട്ട് ആൻഡ് പേസ്റ്റ് ജോബ്സ് ആണ്. മറ്റേതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പിക്ചേഴ്സ് ഇപ്പോഴത്തെ ആക്ടേഴ്സിനെ എത്രയധികം വേവലാതിപ്പെടുത്താറുണ്ട്? ആൻഡ് ഹൗ ഡു യു ഫീൽ യു ഷുഡ് റെസ്പോണ്ട്? അതായത് ഇതാണ് ആ ഫേസ്ബുക്കിന്റെ ID, സന്ധ്യ ശ്രീജി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ID-യിലാണ് ഇത് ഏറ്റവും കൂടുതൽ വന്നിരിക്കണേ. ഇത് വന്നിട്ട് ഇവിടം വരെ കഴുത്തുള്ള ഒരു ചുരിദാറാണ്. പക്ഷെ ബാക്കി ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ ക്രിയേഷനാണ് ഈ സാധനം. അപ്പോൾ ഇത് ഇത്രയും കഴുത്തിറക്കിയിട്ട് പിന്നെ ഇവർ തന്നെയാണ് എൻ്റെ ഇതിന് മുന്നേ ഇല്ല അപ്പൊ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ അറിയാവുന്ന സ്ഥിതി ഇതെനിക്കറിയില്ല. ഇത് ബീയിങ് മോളിവുഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെ ഉണ്ട്. ഇത് ശരിക്കും ഫുൾ പാൻ്റാണ്. മനോരമയിലെ കിടിലം എന്ന് പറഞ്ഞ ഷോയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇട്ടിരുന്ന ഒരു ഫുൾ പാൻ്റാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും കുറച്ച് മോഡേൺ ആയിട്ടുള്ള പടങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇറ്റ്സ് നൈസ്, ബി ബോൾഡ് എന്നൊക്കെ പറഞ്ഞ് ചില അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. എൻ്റെ അച്ഛന് മനസ്സിലാവുന്നില്ല, പിന്നാണല്ലോ പോട്ടെ ബാക്കിയുള്ള ആൾക്കാരെ കാര്യം. നീ എപ്പോഴാണ് ഇങ്ങനത്തെ തുണിയിട്ട് ചോദിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛാ അത് ഞാനല്ല, അത് ഫുള്ളുള്ളതാണ്. അപ്പം അതിന് എങ്ങനെയാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആകെ ആൾക്കാരോട് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ, ഇത്തരത്തിലുള്ള ഫോട്ടോസ് കാണുന്ന സമയത്ത് ഇത് ഞാനാണോ എന്നുള്ളൊരു സംശയം തോന്നുമ്പോൾ ദയവ് ചെയ്ത് ഞാനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ സൈറ്റ്സ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും, അതിലേക്ക് വന്ന് നിങ്ങൾ നോക്കുക. അതിൽ ഞാൻ ഇട്ടിട്ടില്ലാത്തതൊന്നും വേറൊരാൾക്കും പുറത്തിടാൻ പറ്റില്ല. അതായത് ഞാൻ വേറെ ഒരു ഫോട്ടോഷൂട്ട് കൊടുത്താൽ പോലും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം ഇൻ മൈ പേഴ്സണൽ പേജ്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ളതിൽ താഴെ ഇവളൊക്കെ ഒരു ഗതിയില്ലാണ്ട് ഇപ്പോൾ തുണി അഴിച്ച് തുടങ്ങിയിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കണം, മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അമ്മയെയും നിങ്ങളുടെ സിസ്റ്ററിനെയും ഭാര്യേനെയൊക്കെ പോലത്തെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പോയിട്ട് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളതങ്ങ് ഇഗ്നോർ ചെയ്തോളൂ, ആയിരിക്കാമെന്നെല്ലാം വിചാരിച്ചു. ഇപ്പം ഞാനീ പറയണേ ഇതൊന്നും ഭയങ്കര വൃത്തികെട്ട ഫോട്ടോ ആണെന്നല്ല ഞാൻ പറയണേ, ഇത്തരത്തിലുള്ളൊരു വേഷം ഇടുന്ന ഒരു വലിയ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിൽ വേഷം ഇടുന്നവരെ പക്ഷെ ഞാൻ ചെയ്യാത്തൊരു കാര്യം അങ്ങനെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഇടുന്നില്ല, അപ്പോൾ പിന്നെ അതിനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മറ്റേ ഒരു നൂഡിൽസ് ടാപ്പിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു റിസോർട്ടിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അപ്പോൾ അത് ശരിക്കും ഞാൻ ഇട്ടതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും മോശമുണ്ട്, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ ട്രൂലി അക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ ഞാൻ എന്നെ വിചാരിച്ചു പോകും, എല്ലാ ആൾക്കാർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാർക്ക് അതിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്ന് വെച്ചാൽ അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ വസ്ത്രം. പക്ഷേ അതുപോലെ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടത് പോസ്റ്റ് ചെയ്യാതിരിക്കാനും. ഐ ക്യാൻ കീപ്പ് ഇറ്റ് വിത്തിൻ മീ പേഴ്സണലായിട്ട്, എനിക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ ഞാൻ ഇട്ടാലും. അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടല്ല. ഇത് കണ്ടിട്ട് എൻ്റെ മോൻ എൻ്റെ ആ ഫോട്ടോ ഇതിലൊന്നും അമ്മ കുഴപ്പം എന്ന് സായിക്ക് തോന്നി. എൻ്റെ ബ്രദറും ചോദിച്ചു, പക്ഷെ അച്ഛൻ ഫെൽറ്റ് ഇട്ട് ഒഫൻഡഡ്. അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ ഇത്, നീ അങ്ങ് ഇട്ടാൽ പോരെ, നിനക്ക് ഇടണമെങ്കിൽ ഇട്ടോ, എന്തിന് ഫോട്ടോ വീഡിയോ ഇടുന്നു? ഞാൻ പറഞ്ഞു, അച്ഛാ അത്
ആ ലൊക്കേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഇതൊന്നും ഇടരുത് എന്ന് അച്ഛന് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എനിക്കതൊരു നെസസിറ്റി അല്ല തന്നെയാണ്, എനിക്കതൊരു നെസസിറ്റി അല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഫോട്ടോസ് എൻ്റെ കൺട്രോളില്ലാതെ പുറത്തേക്ക് ഈ തരത്തിൽ വൾഗറായിട്ടും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇറ്റ് റിയലി ഹേർട്സ് മീ. എങ്ങനെയാണ് ഞാൻ പോയിട്ട് ഈ കാണുന്ന എല്ലാ നാട്ടുകാരോടും പറയുക ഇത് ഞാനല്ല കേട്ടോ, ഇത് ഞാനല്ല കേട്ടോ എന്ന് പറയുക? അത് ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു. അത് ആൾക്കാർ കമൻറ്റ് എഴുതുന്നത് പോലും ഞാൻ വിചാരിക്കും ഓക്കെ നമ്മൾ വായിക്കാതിരുന്നാൽ അത് കഴിഞ്ഞോളുമല്ലോ എന്ന്. പക്ഷേ ഇത്തരത്തിലൊക്കെ ഉള്ള ഫോട്ടോസ് ഇട്ട് പേജിന് ലൈക്ക് കൂട്ടി ഇത്തരത്തിൽ ജീവിക്കുമ്പോൾ ആ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഇൻറ്റഗ്രിറ്റീനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കര മോശമാണ്. നമുക്ക് ഏത് രീതിയിലും പണം ഉണ്ടാക്കാം, പക്ഷേ നന്മയുടെ രീതിയിലും നേരായ രീതിയിലും ഉണ്ടാക്കാൻ കുറച്ചൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. മറ്റുള്ളവരെ നോവിക്കാതെ ഇത്രയും ഹേർട്ട്ഫുൾ ഇങ്ങനെ ചീപ്പായിട്ട് ചെയ്യാണ്ട. നവ്യ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ മണി മാനേജ്മെന്റ്, നമ്മൾ പൈസ നേരത്തെ ജീവിതത്തിൽ കണ്ടതാണ്. അതായത് 15-16 വയസ്സിൽ പൈസ വരുന്നുണ്ട്, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയ കുട്ടിയാ. എന്നിട്ട് ഒരു പോയിന്റിൽ നവ്യ എന്നോട് എനിക്കൊന്ന് ഓഫ് ക്യാമറ ആണോ അല്ലാതെ നമ്മൾ സംസാരിച്ചപ്പോൾ ഓൺ ക്യാമറ ആദ്യമായിട്ടാണ് നമ്മൾ അല്ല നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നവ്യക്ക്, തീരെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഫ്രം ദ യു ആർ ബിൽഡിങ് അപ്പ് നൗ അഗൈൻ. അന്നത്തെ ഇന്നത്തെയും ആ ഒരു ഇടയ്ക്കുള്ള ഒരു ഫേസിലെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? ഹൗ ഡു യു ലുക്ക് അറ്റ് മണി? ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് മണി ഫോർ എനി പേഴ്സൺ? എൻ്റെ അച്ഛനും അമ്മയും ഞാൻ വന്നിട്ട് സിനിമാ നടി ആയതിനു ശേഷവും ഞങ്ങൾക്ക് പൈസ കിട്ടിയതിന് ശേഷവും അന്നും ഇന്നും എന്നും എനിക്ക് പുറത്ത് പോകാൻ വേണ്ടി ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് ഞാൻ സിനിമ കഴിഞ്ഞ് +2, +1, +2 ഒക്കെ ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇഷ്ടം വന്നു. അത് കഴിഞ്ഞ് നന്ദനമൊക്കെ കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ സ്കൂട്ടറിൽ പോകാൻ തുടങ്ങി, പുറകിലിരുന്നിട്ട് ഓടിക്കൂല പേടിയാണല്ലോ, അങ്ങനെ പോകാൻ തുടങ്ങി, നടന്നു പോകുന്നു, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങൾ അച്ഛനും അമ്മയും ഇന്നും ആരോഗ്യ പ്രശ്നം കൊണ്ട് വല്ലതും പോകാൻ ബുദ്ധിമുട്ടിപ്പം വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴും അവർ സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സിൽ തന്നെ പോവും. ഞാൻ പറയും ഇവിടെ വണ്ടി ഉണ്ടല്ലോ, ഡ്രൈവർ ഉണ്ടല്ലോ അച്ഛാന്ന് പറയുമ്പോൾ അച്ഛൻ പറയും നീ നവ്യ നായരായിരിക്കും, പക്ഷെ ഞാൻ സാധാരണ റിട്ടയർഡ് ടെലിഫോൺ ഡിവിഷണൽ എഞ്ചിനീയറാണ് എന്ന് പറയും. അതായത് അവരിപ്പോഴും അവരുടെ സ്റ്റാൻഡിലാണ് ജീവിക്കുന്നത്. എൻ്റെ അമ്മ ഇപ്പോഴും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പം അമ്മയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇതൊക്കെ പൈസ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അമ്മ ഇപ്പോഴും ബാർഗെയിൻ ചെയ്യും. അങ്ങനെ തന്നെയാണ് അമ്മ വാങ്ങിക്കുന്നത്. കാരണം അമ്മയ്ക്ക് ഇപ്പോഴും ഓരോ 100 രൂപയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇവരെ കണ്ടാണ് വളർന്നത്. അപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് പൈസ എന്ന് പറയുന്നത് ഞാൻ എല്ലാ കാലത്തും കല്യാണത്തിൻ്റെ മുന്നേ ആണെങ്കിലും ഞാൻ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയൊന്നുമില്ല. അവിടെ വെറുതെ പോയി ഡ്രസ്സൊക്കെ മേടിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കൂടെയുള്ളവർ എന്നെ അതിശയിക്കും. എനിക്കിപ്പോൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടാണ് ഓരോന്ന് തരുന്നത്. ഇതാരോ തന്ന ഉടുപ്പാണ്, നാളെ ഇടുന്ന അടുത്ത ഇൻ്റർവ്യൂവിന് വേറെ ആരോ തരുന്ന ഉടുപ്പാണ് ഞാനിടുന്നത്. അതല്ലാതെ എത്രയോ കാലങ്ങളായി എനിക്ക് ഷോപ്പിങ്ങിനോട് ഇൻട്രസ്റ്റ് പോയിട്ട് ഒന്നും ഷോപ്പ് ചെയ്യാറില്ല എന്ന് വിചാരിച്ച് ചില ബ്രാൻഡുകളൊക്കെ വാങ്ങിക്കോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചില സാധനങ്ങളോട് എനിക്ക് ബാഗുകളോട് ഇഷ്ടമുള്ളത് കൊണ്ട് ചില ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കും. പക്ഷെ അതൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് നിരന്തരം, അതായത് ബോറടിച്ചു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോവില്ലേ, ഞാൻ ചെയ്യില്ല. കാരണം അവിടെ പോയി പൈസ ചിലവാക്കി എനിക്ക് അതിലും വലിയ ഡിപ്രഷനാണ്. അങ്ങനെയാണോ? എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയും ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഷോപ്പ് ചെയ്താൽ പോരും. ഞാൻ പറഞ്ഞു അത് ശരി, ഞാൻ കഷ്ടപ്പെട്ട് മുട്ടുവേദനയെ സഹിച്ചു പോയി ഡാൻസ് കളിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുപോയി ഇനി വല്ല മോളിലും കൊടുത്തിട്ട് അതിനെ കുറിച്ച് സങ്കടപ്പെടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനിപ്പോഴും ഈ കമ്മലും മലയും സാധനമൊക്കെ മേടിക്കും. ഞാൻ വിചാരിക്കും ഇത് ഒന്നാമത്തെ കാര്യം ഹാബിറ്റ് ഇല്ല, ഇങ്ങനെ മാറ്റി മാറ്റി കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന സാധനങ്ങൾ ഇടുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് ആകെപ്പാടെ ഒരു ചെറിയ ഡ്രോയറാണ് എൻ്റെ മുറിയിലുള്ളത്. ഈ ഇമിറ്റേഷൻ സാധനങ്ങൾ വെക്കുന്ന ഒരു ചെറിയ ബോക്സ്, ഇത്രയുള്ളൊരു ബോക്സാണ് എനിക്കുള്ളത്. അതിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന കമ്മലുകൾ അങ്ങനെ തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും അവിടെ കിടക്കുന്നത്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് കാണില്ലേ നവ്യ? ഇന്ന സാധനത്തിനോട് വീക്ക്നെസ്, ചിലർക്ക് ചെരുപ്പുകളായിരിക്കും, ചിലർക്ക് വാച്ചുകളായിരിക്കും. എനിക്കെല്ലാം നെസസിറ്റിയാണ്. എനിക്കൊരു ചെരുപ്പ് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ മേടിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബർക്കിൻ സ്റ്റോക്കിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങിച്ചു. കാരണം എൻ്റെ വീട്ടിലിടുന്ന ചെരുപ്പ് ഇപ്പോൾ ഇത് കാണുമ്പോൾ അവള് മറ്റേ ബർക്കിൻ സ്റ്റോക്കിലെ ചെരുപ്പ് വീട്ടിലിടും, അങ്ങനെ പറയരുത്. ഓരോരുത്തർ ഓരോ ലെവലിലാണല്ലോ. ഇപ്പോൾ ചില ആൾക്കാർ അതിനേക്കാളും വലിയ സാധനങ്ങളായിരിക്കും ഇടുക.
അപ്പം ഇത് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ളൊരു ഇത് ഇതിനേക്കാൾ വില കുറവുള്ളതില്ലേ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ മറ്റേ ഭയങ്കര ബേസിക് ആളാണ് എന്നല്ല, ഞാൻ കുറച്ച് മിനിമലിസ്റ്റാ. കൂടുതൽ സാധനങ്ങൾ എനിക്ക് വേണ്ട, പക്ഷെ വാങ്ങിക്കുന്നത് ഞാൻ നല്ല ബ്രാൻഡും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വാങ്ങിക്കുക. പക്ഷെ എനിക്ക് എപ്പോഴും വാങ്ങിക്കണ്ട. അതായത് ഇങ്ങനെ വെറൈറ്റി വലിയ ഇൻട്രസ്റ്റ് ഇല്ല. 20 കൊല്ലമായിട്ട് ഞാൻ ഒരു പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് വരെ ഞാൻ ആ ബ്രാൻഡ് മാറ്റിയിട്ടില്ല. അത് എനിക്കത് മതി. കാരണം എനിക്ക് പിന്നെ നീ അവിടെ പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് പറ്റില്ല. അല്ല, അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് നവിയുടെ, വിച്ച് ഇസ് എ ഹൈലൈറ്റ്, വിച്ച് എല്ലാവരും പറയുന്നത്, ഒരു ദിവസം 24 hours ഉണ്ടെങ്കിൽ അതിനകത്തൊരു 36 hours കാര്യങ്ങൾ കൊണ്ട് നടക്കും. എന്നിട്ട് ഈ 36 hours കാര്യങ്ങൾ ഈ 24 hours ഓടി പടച്ച് ഇതിൻ്റെ ഇടയ്ക്ക് മറവി, ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ പ്രശ്നങ്ങളാവൂലേ നവിയെ? മറവിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, എഴുതി വെച്ചേക്കും. പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോകും. എന്തിനാ ഇത്രയും പാക്ക് ചെയ്യുന്നത്? സ്ലോ ഡൗൺ, സ്ലോനെസ്, ഒളിച്ചോട്ടമാണ് ധന്യ, ഒളിച്ചോട്ടം. എന്തിന്ന്? അതായത് നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളെ തിരിഞ്ഞൊന്ന് നോക്കാനുള്ള സമയമില്ലാത്ത പോലെ ഞാൻ എന്നെ പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്യാൻ ജോലി ഉണ്ടല്ലോ, ഭഗവാന്റെ കൃപ. ഒന്നും ചെയ്യാനില്ലാത്തവരെന്ത് ചെയ്യും? എപ്പോഴും പറയാം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന്. അത് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഇല്ലേ നബി? അതിന് ഈ ഒരു സൊല്യൂഷൻ മാത്രമുള്ള പാക്ക് ചെയ്യുക. ആ ഒരു നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് നമുക്ക് തുറക്കാൻ പറ്റില്ലേ? പറ്റും. when it's a problem within you, when you have a problem when somebody else is also involved in it, you cannot remove it unless and the other person is willing to remove it. സോ വേറൊരാളും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു കുരുക്കിലാണ് നമ്മൾ പെട്ട് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കുരുക്കഴിക്കാൻ പറ്റില്ല. സോ കുരുക്കിനെ മറന്നു കളയാനേ പറ്റുള്ളൂ. നമുക്ക് മറന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ധരിപ്പിക്കാനേ പറ്റുള്ളൂ. മറക്കില്ലല്ലോ നമ്മൾ. മറവിയില്ല, മറവി വളരെ കുറവാണ്. എനിക്ക് നല്ല ഓർമ്മയാണ്. അതുകൊണ്ടാണ് നേരത്തെ അത് പലതരത്തും നല്ലതാണ്. ലൊക്കേഷനിലെ ഡയലോഗ് പഠിക്കാൻ വളരെ സിമ്പിളാണ് എനിക്ക്. എവിടെയെങ്കിലും വായിച്ചൊരു കോട്ട് ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ് എനിക്ക്. എൻ്റെ പഠനകാലത്ത് എൻ്റെ ഓർമ്മ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. നൃത്തം പഠിക്കുമ്പോൾ ഞാൻ വളരെ വേഗം ഐറ്റംസ് പഠിക്കാറുണ്ട്. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം ചിലപ്പോൾ ഞാനൊരു പെർഫോമൻസിന് എനിക്ക് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കോൺഫിഡൻ്റ് ആണെന്ന് ആൾക്കാർക്ക് തോന്നിക്കുന്ന രീതിയിൽ ടെൻഷൻ അടിച്ച് നമ്മളത് പെർഫോം ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ I like to be very, I know, fighter. That you are. അപ്പോൾ നമുക്കൊരു ചിന്ന ഗെയിം ചെയ്തിട്ട് നമുക്ക് റാപ്പ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇതെൻ്റെ ഫ്രണ്ട് വെനസയുടെ ഗെയിമാണ്. യു ഷുഡ് മീറ്റ് ഹർ കേട്ടോ. ഷീ ഈസ് ലൈക്ക് സൂപ്പർബ്ലി ടാലന്റഡ് ആർട്ടിസ്റ്റ്. ഇതെന്തുവാ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ മറ്റേ കിളിയൊക്കെ കുത്തി ശ്രീരാമനും സീതയും ഹനുമാൻ തൊഴുതിട്ടേക്കണ ആ സാധനമാണോ? ഇനി അടുത്ത ഡാൻസ് പെർഫോമൻസും വരുമല്ലോ പറയും. യു നോ വാട്ട് ദേ സേ. എന്തോ ഇത്? അതായത് പല അർത്ഥം എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാനിതുകൊണ്ട് എന്താ ചെയ്യട്ടെ? അല്ല, ഏതെങ്കിലും ഒരു റൂമർ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചതുണ്ടോ? റൂമർ കേട്ടിട്ട് റൂമറോ അതോ ഈ കമന്റ് സെക്ഷൻ അങ്ങനത്തെ എന്തെങ്കിലും യു നോ വാട്ട് ദേ സേ? ഇല്ല, അങ്ങനെ. എന്നാ ഇന്ന് വിട, അടുത്തെടുക്കാം. ആദ്യത്തെ ഹനുമാൻ ചീറ്റിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നോക്കാം. നെവർ എവർ ഇനി ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് തോന്നിയ കാര്യം അത് തന്നെ ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്ത് ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഇതുവരെ എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആസ് എ വ്യക്തി എൻ്റെ ഏറ്റവും വലിയ പരാജയം. പറയാൻ പറ്റൂല എന്താന്ന്. യു നോ ബെറ്റർ. എന്തുവാ നിങ്ങൾക്ക് ഈ കാര്യം ഇത്തിനോട് നന്നായിട്ട് അറിയാം. അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ സായിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സായി എവിടെയാണ് നവീനെ ഹെൽപ്പ് ചെയ്യണത്? സായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യു നോ ബെറ്റർ എന്ന് പറയുന്നത് നിനക്കടാ. ഐ ഡോണ്ട് നോ ഹിം ബെറ്റർ. എനിക്ക് അവരൊന്നും അറിയൊന്നുമില്ല. എനിക്ക് ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ അവരെക്കാൾ നന്നായി അറിയില്ല ധന്യ. അല്ല, അങ്ങനെയല്ല. സേ ഫോർ ഇൻസ്റ്റൻസ് കമ്പ്യൂട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ അവന് ഉപദേശിക്കാറുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ. എൻ്റെ മോളിലെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു തീസസ് എനിക്ക് തരും തിരിച്ച്. എന്നിട്ട് ഞാൻ ഇന്നപ്പോൾ പറയുന്നതൊക്കെ ശരിയാണല്ലോ. ആ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിച്ചത് യു നോ ബെറ്റർ. അതായത് എൻ്റെ മോൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഹീ നോസ് ബെറ്റർ ദാറ്റ് യു നോ. അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, അമ്മ
നമ്മൾ ആൾക്കാരെ വല്ലാതെ ട്രസ്റ്റ് ചെയ്യും. ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. എല്ലാവരും വന്നിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാവില്ല. എനി കൈൻഡ് ഓഫ് പീപ്പിൾ വന്നിട്ട് ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തത് കൊണ്ട് ഭയങ്കര ഒരു 50 വയസ്സായ ലൈനിൽ എൻ്റെ അടുത്ത് വർത്താനം പറയും, എല്ലാം കേൾക്കും. എന്നിട്ട് അത് തന്നെ ചെയ്യും. അത് നമ്മുടെ സത്വമല്ലേ, സത്വമാണോ? അതിനത് മാറ്റാൻ പറ്റുക. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ. അപ്പൊ ആ ട്രസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് അല്ലാണ്ടാവാനൊന്നും പറ്റില്ല. ഭയങ്കര രസമാണ് നവി ഈ പറയുന്ന കാര്യം. അതായത് നമ്മളുടെ ആ സത്വം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ മാറ്റാനും ചേഞ്ച് ചെയ്യാനും ഒക്കെ അല്ലേ നമ്മൾ ശ്രമിക്കും. അതായത് ധന്യ നമ്മൾ ഇവോൾവ് ചെയ്ത് അത് ഗ്രാജുവൽ ആയിട്ടും ഓർഗാനിക് ആയിട്ടും ചിലതൊക്കെ മാറും. അത് നമ്മൾ തന്നെ അറിയാതെ നമ്മളിൽ വരുന്ന മാറ്റമാണ്. മനസ്സിലായി? നമ്മുടെ മുഖത്ത് തൊലി ചുളുങ്ങുന്നത് പോലെ, നമ്മുടെ ഇവിടെയൊക്കെ ലൈൻസ് ലാഫ് ലൈൻസ് വരുന്നത് പോലെ വളരെ സ്വാഭാവികമായിട്ട് വളരെ ഗ്രാജുവൽ ആയിട്ട് ഓർഗാനിക് ആയിട്ട് നമ്മളിൽ വരുന്ന ചില മാറ്റങ്ങളാണ്. അത് ചില എക്സ്പീരിയൻസുകൾ കൊണ്ടൊക്കെ നമ്മൾ അതൊന്നും നമ്മളായിട്ട് മറ്റേ നാളെ മുതലുണ്ടല്ലോ നടക്കൂല, എത്ര ദിവസം ഒന്നുമില്ല. ഫൈൻഡ് യുവർ ബാലൻസ്. ഫൈൻഡ് യുവർ ബാലൻസ്, ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടെ എനിക്ക് ഇങ്ങനത്തെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാൻ അറിയില്ല. എനിക്ക് ചോദ്യം വ്യക്തമാക്കി തരാൻ പറ്റും. കെൻസാണ് എന്റെ പേരെന്ന് പറഞ്ഞ വെനസ്. എനിക്കൊന്ന് കാണണം, കണ്ടുപിടിച്ചൊന്നും മനസ്സിലാവുന്നില്ല. ഫൈൻഡ് യുവർ ബാലൻസ്. ഒരു ബാലൻസ്ഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഫ്രെയിം ഓഫ് മൈൻഡ് എന്ന് കരുതുന്നത് എന്താണ്? പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോഴാണോ? എനിത്തിങ് ലൈക്ക് റാൻഡംലി അബൌട്ട് ദ വേർഡ് ബാലൻസ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പറയാൻ അറിയില്ല കേട്ടോ. ഒരെണ്ണം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. പോയി ഞാൻ മിസറബിളി ഫെയിൽഡ് ആയി പോയി അല്ലേ ഇതില്. അറിയില്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും. ആസ്ക് യുവർ മം. എല്ലാം ലാസ്റ്റ് ചോദിച്ചെന്താ? ലാസ്റ്റ് അമ്മയോട് ചോദിച്ചെന്താ? പക്ഷെ ഇത് തിരിച്ചാണ്. ആസ്ക് യുവർ മോൾ. ആസ്ക് യുവർ മോൾ ഡോട്ടർ. ഒട്ടേം എന്നോട് ചോദ്യങ്ങളാ അമ്മ. എടി നീ 2:45 വരുമോ? എടി നീ മറ്റേത് ചെയ്യോ? എടി നീ അത് ചെയ്തോ? എടി നിനക്ക് ചോറ് വേണോ? എടി നീ ഇപ്പൊ കഴിക്കാൻ വരുമോ? എടി നിനക്ക് മീറ്റിംഗ് ആണോ? എടി മീറ്റിംഗ് കഴിഞ്ഞു. അവര് മറ്റേ ആൾക്കാർ കഥ പറയാൻ വന്നിട്ടുണ്ട്, അവരോട് എപ്പോ വരാൻ പറയണം. എടി ഇന്ന അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട്, അതിലെന്ത് റേറ്റ് പറയണം. അങ്ങനെ she is managing the whole scenario and she is my blessing. My father and mother are my blessings. അയ്യോ എൻജോസ്. ഇനി എടുക്കാൻ പറയാം. ടാക്കിൾ ഇറ്റ്സ് ഡിഫറെൻ്റ്ലി. എന്താണ് ടാക്കിൾ ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി? ഏതെങ്കിലും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴെങ്കിലും ടാക്കിൾ ചെയ്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ടാക്കിൾ ചെയ്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാ സിറ്റുവേഷൻസിലും ഞാൻ പാനിക്കായിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കാറില്ല. ഇത് ഡിഫറെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ്. ഐ ടേക്ക് ടൈം, ഐ സിറ്റ്, ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ഓൾ ഓൺ എ സഡൻ. വന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ ഇത് ചെയ്യും. അതല്ലാതെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ, മറ്റ് ഹ്യൂമൻ ബീയിങ്സ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ക്വിക്കായിട്ടൊരു ഡിസിഷൻ എടുക്കില്ല. ഞാൻ എപ്പോഴും വേറെ ആൾക്കാരുടെ വിഷമങ്ങളെ പറ്റി ആലോചിക്കും. ഇപ്പം അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ എൻ്റെ സന്തോഷങ്ങളാണെങ്കിലും ഞാൻ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്തു എന്ന് വരും. എനിക്കങ്ങനെ ഒരു അതെന്തോ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നതല്ല. ബിക്കോസ് അതെൻ്റെ നമ്മൾ വന്നിട്ട് വേറെ നിവർത്തിയില്ലാതെ സാക്രിഫൈസ് ചെയ്യുന്നതും നമ്മൾ വില്ലിങ് ആയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ചില ആൾക്കാരുടെ സന്തോഷം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലൈഫിൽ ശരി വേണ്ട, എനിക്ക് ആ സന്തോഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചില കാര്യങ്ങൾ മാത്രമല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്, ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കാം. അതിൽ ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വിഷമിക്കാൻ പാടില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചില സാക്രിഫൈസുകൾ ഇറ്റ്സ് ഓക്കെ ഫോർ ഐ ഹാപ്പിലി ഡു ഇറ്റ്. ഐ ആം ഡാഷ് എന്താണ്? വാട്ട് വിൽ യു ഫിൽ ഇറ്റ് അപ്പ് വിത്ത്? ഐ ആം ഡാഷ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഒബ്സർവിങ്. ഐ ആം ഒബ്സർവിങ് ആസ് എൻ ആക്ടർ. ഐ ആം ലേണിംഗ്. യാ, ഐ ആം ലേണിംഗ്. Thanks for coming on to the show, Navya. It was lovely talking to you. And thank you for not making me cry. There's never an intention to make anyone cry. അത് ഞാൻ പറഞ്ഞ് മടുത്തു. അതൊരു ആ മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യമാണ്. അത് ഞാൻ പോലും ചിന്തിക്കാതെ എന്റെ കണ്ണ് വരെ നിറഞ്ഞ എത്ര ഇൻസ്റ്റൻസസ് ഉണ്ടെന്ന് അറിയാം. വിട്ടത്, അതായത് ചേച്ചി പോയ തീർന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആളുകളൊന്നും ഷോയിലേക്ക് വരില്ല, ഇവിടെ താഴെ വന്നപ്പോ വന്നിട്ട് എന്തൊരു കൗൺസിലിംഗ് എന്തൊരു സാധനം എഴുതിയിട്ടില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു
ഈ തന്നെ ഇനി കൗൺസിലിംഗ് ചെയ്യണ്ടോ? കാരണം ആൾക്കാരെ കരയിപ്പിക്കുന്നൊക്കെ ഉണ്ട്, ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കും എന്താ പറയാ, മനസ്സിലായല്ലോ. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല, ചില്ലാണ്. പക്ഷെ പക്ഷെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ മനുഷ്യർ ഈ കരയാന്ന് പറയുന്നത് ഇത്രയും അധികം, ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് അതൊരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിൽ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക ഇത്രയും? Then I would say, I will suggest everybody, I cry it out. If I am ഇമോഷണലി പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനിൽ ഐ ക്രൈ ഇറ്റ് ഔട്ട്. കരഞ്ഞിട്ട് അതിൻ്റെ പിന്നെ കരയാൻ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനർജറ്റിക്, പിന്നെ പോയിട്ട് മുഖമൊക്കെ കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ ആ ദിവസം മൊത്തം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യും. അത് എൻ്റെ മാത്രമൊന്നുമല്ല, പക്ഷേ കരയാനൊന്നും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ക്രൈ ഇറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ. It's okay. Many things happen in your life and it's okay. Forgive yourself is the best thing you can do to yourself. നമ്മളുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് ആണല്ലോ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായി പോവാവുന്നത്. പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മളെടുത്ത ഒരു റോങ് ഡിസിഷൻ, ചിലപ്പോൾ നമ്മൾ ഒരു തവണ എടുത്ത ഒരു കാര്യം നമുക്ക് ഇനി ഒരിക്കലും ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് നമ്മളോട് തന്നെ പറഞ്ഞൊരു കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ രണ്ടാമതും ആ തെറ്റ് ചെയ്തു എന്നിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എന്നെ പറ്റി പറയുമ്പോൾ എൻ്റെ ദൈവമേ, അല്ലെങ്കിൽ എൻ്റെ whatever, ഞാൻ ഇതേ മിസ്റ്റേക്കാണല്ലോ വീണ്ടും ചെയ്യണേ എന്ന് നമുക്ക് ചിലപ്പോൾ നമ്മൾ ചില ഫ്രണ്ട്സിന് നമ്മൾ കൂടെ ഇത്തരത്തിലുള്ളവരെ നമ്മൾ കൂടെ കൂട്ടണ്ട എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത്, ഇനി ഒരിക്കലും ഞാനിനി അമ്മോട് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തു എന്നിരിക്കും. പക്ഷേ ഇറ്റ് ഹാപ്പൻസ്, മിസ്റ്റേക്സ് ഹാപ്പൻസ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യരാണ് തന്നെയാണ്. മിസ്റ്റേക്സ് ആർ വെരി ഹ്യൂമെയിൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ നമ്മളെ വിചാരണ ചെയ്യുമല്ലോ, അവർക്ക് എന്താ അങ്ങനെ ചെയ്തുകൂടായിരുന്നു ഇങ്ങനെ. എപ്പോഴും ആ ചെയ്യണതിന് മുന്നേ എഴുതുന്ന ആൾക്കാർ ഒരു മിനിറ്റ് ചിന്തിച്ച് നോക്കുക. അതായത് നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടില്ലേ? ആരും തെറ്റുകൾക്ക് അതീതരല്ല. ലാലേട്ടനായതുകൊണ്ടും മമ്മൂക്ക ആയതുകൊണ്ടും അവർ സൂപ്പർ സ്റ്റാർസ് ആയതുകൊണ്ട് അവർ തെറ്റുകൾക്ക് അതീതരല്ല. അതുപോലെ ഞാൻ ഉദ്ദേശിച്ചത് വലിയ ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും തെറ്റുകൾ പറ്റാം. ഞാനാണെങ്കിലും ധന്യയാണെങ്കിലും അവിടെ ഇരിക്കണ ക്യാമറയിൽ ഇരിക്കണ പയ്യനാണെങ്കിലും നമ്മളെല്ലാവരും ശരാശരി മനുഷ്യരാണ്. ചിലർ ജോലികളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം, അല്ല. അയാൾ ക്യാമറയുടെ പിന്നിലിരിക്കണു, നമ്മൾ ക്യാമറയുടെ മുന്നിലിരിക്കുന്നു. നമ്മളെ 10 പേർക്ക് അറിയാം, അവരെ 10 പേർക്ക് അറിയണ്ടാവില്ല. പക്ഷേ ഉള്ളിൽ കൂടെ പോകുന്ന ചിന്താഗതികളും വിഷമങ്ങളും സ്നേഹവും വിരഹവും എല്ലാ ഇമോഷൻസും നമുക്ക് എല്ലാവർക്കും സെയിം ആണ്. അപ്പം അതുകൊണ്ട് ഫോർഗിവിങ് ourselves is the best thing we have to do. നമ്മൾ ചെയ്ത തെറ്റുകളിൽ നമുക്ക് നമ്മളെ ക്ഷമിക്കാൻ പറ്റുക. താങ്ക് യു. അപ്പോൾ നവിക്ക് ഒരു ചിന്ന ഗിഫ്റ്റ് ടീമിൻ്റെ സൈഡിൽ നിന്ന്. ഇത് ഗ്രീൻ ആൻഡ് ബേജിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. ഇറ്റ് ബേസിക്കലി ഹാസ് എ ടീത്ത് മോയ്സ്ചറൈസർ. ഞാൻ ട്രൈ ചെയ്ത പ്രോഡക്റ്റ്സ് ആണ്. ദേ ആർ ഓൾ pretty good. Thank you so much. See if you like it and you can order more later. Sure. Thank you. Yeah.